എല്ലാ ഓണത്തിനും ഒരേ പായസം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടോ? ഇപ്രാവശ്യം ഒരു വെറൈറ്റി കളർഫുൾ പായസം ഉണ്ടാക്കിയാലോ? ക്യാരറ്റ് അട പായസം. അപ്പൊ അതിനുവേണ്ടി ഉരുളിയിൽ നെയ്യ് ഒഴിച്ച് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് വഴറ്റി നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി അതേ ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/4 കപ്പ് അടയും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് വരട്ടി നല്ല ക്രിസ്റ്റൽ പരുവാവുന്ന സമയത്ത് അതിലേക്ക് 1 ലിറ്റർ പശുവും പാലും 1 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് തിളച്ചു വരുമ്പം അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ചെറുതായി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് നെസ്ലെ മിൽക്ക് മെയ്ഡ്. നമുക്കൊരു 1/4 കപ്പ് നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പായസത്തെ നല്ല റിച്ച് ആൻഡ് ക്രീമി ആക്കി തരും. മേമ്പൊടിക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് നേരത്തെ നെയ്യിൽ വഴറ്റിയ ക്യാരറ്റും കൂടെ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് അട പായസം റെഡി. അടിപൊളി പായസമാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇപ്രാവശ്യം ഈ ഒരു പുതിയ പായസം ഉണ്ടാക്കി എല്ലാവരും ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാം. നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ചൊരു ഓസം പായസം ഉണ്ടാക്കാം. പായോസം 100-ൽ പരം ഫെസ്റ്റിവൽ റെസിപ്പീസ് കാണാനായിട്ട് www.milkmaid.in ഒന്ന് കയറി നോക്കിയാൽ മതി.